അപ്പോൾ ഇന്നത്തെ സൈക്ലിങ്ങും സ്വിമ്മിങ്ങും കഴിഞ്ഞു. ഇനി കടച്ചക്ക പൊട്ടിച്ചിട്ട് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫും കടച്ചക്കയും കൂടിയിട്ട് ഒരു പടപടക്കാം. അപ്പോൾ നമുക്ക് കടച്ചക്ക പൊട്ടിക്കാൻ പോവാം. കം ഓൺ ഗൈസ്. ഇതേട്ടാ മുകളിൽ കടച്ചക്ക അവിടെ നിൽക്കുന്നുണ്ട്. കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയ ഭാഗത്തിനാണ്. ഇതിന് മേലെ കയറിയാൽ മതി. അപ്പോൾ നമ്മൾ വെറുകുവരയുടെ പുറത്ത് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സിമ്പിളായിട്ട് നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം. എവിടെ അതാ നിൽക്കണം. ഇവനെ ഇന്നത്തെ ബീഫിലേക്ക് തട്ടാം. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു പൊട്ടിക്കാൻ പറ്റില്ലേ? അപ്പോൾ അത് പൊട്ടി. കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റി. വാ, കടച്ചക്കയും പോത്തിറച്ചി ടുഡേ സ്പെഷ്യൽ. ഇപ്പം നമുക്ക് താഴേക്ക് ഇട്ട് കൊടുക്കുക. ഡും. നമ്മൾ കടച്ചക്ക പൊട്ടിച്ച് ഗൈസ്. അങ്ങനെ ഇന്നൊക്കെയുള്ള കടച്ചക്ക ബീഫ്. എന്നിട്ടാ ചൂടാക്കിയത് അയ്യല്ലേ ബീഫില് കുറവാ. അങ്ങനെ സാധനങ്ങൾ പിടിക്കാനായിട്ടും പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് മമ്മീരൊന്നും ഇല്ല. LF കോളേജിൻ്റെ അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതിന് ശേഷം മമ്മീര് പോയി പെട്രോൾ അടിച്ചു. ഇത് തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതായി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ആനക്കോട്ടാവ്. ലോക പ്രശസ്തമായ ആനത്താവളം, ഗുരുവായൂർ പുന്നത്തൂർ ആനത്താവളം. അതിൻ്റെ വഴിയാണ്. നമ്മളപ്പോൾ അങ്ങോട്ട് പോകണില്ല, നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിക്കും വീട്ടിലേക്ക്. ഇന്നലെ ഒരു ലോങ് ട്രിപ്പ് കാലിക്കറ്റ് പോയി വന്ന കാരണം വണ്ടിയുടെ കോലം നോക്കിയാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇത് ഇന്ന് കഴുകണം, അതാണ് അടുത്ത ടാസ്ക്. ഉച്ചയ്ക്ക് ഫുഡ് അടി കഴിഞ്ഞപ്പോൾ നല്ല മഴ. അപ്പോൾ രാവിലെ വർക്കൗട്ടിന് പോയ കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, കുർബാനയ്ക്ക് വഴില്ല. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് കോട്ടപ്പടി പള്ളിയിലേക്ക്. അങ്ങനെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സമയം 7:30 രാത്രി. അങ്ങനെ ഇന്നത്തെ സൺഡേ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കുട്ടി സൺഡേ വ്ളോഗ് ഖത്തം.